പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭാമധ്യം ഇങ്ങനെ നിൽപ്പാൻ എന്നെയും ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 4-ാം അധ്യായം അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 8 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആ 8 വാക്യങ്ങളും ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ച ഭാഗമാണ് 4-ാം സങ്കീർത്തനം എന്നുള്ളതാണ്. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പ്രഭാത ഗീതത്തെ പറ്റിയാണ് പറയുന്നത്. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ സന്ധ്യാഗീതത്തെ പറ്റിയും പറയുന്നുണ്ട്. 3-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം, അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയൊരു സങ്കീർത്തനമാണ്. പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിരാവിലെ മനുഷ്യരെ കാണുന്നതിന് മുമ്പ് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തുന്നതിന് മുമ്പ്, മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് യാചിക്കുന്നതും ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് പ്രഭാത പ്രാർത്ഥന. സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ടും അന്നത്തെ ദിവസം നമ്മൾ ആരോഗ്യത്തോടെ നിർത്തിയതിനായിട്ടും ദൈവത്തോട് നമ്മൾ നമ്മുടെ നന്ദി പറയുന്നതാണ് സന്ധ്യാപ്രാർത്ഥനയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ 8 വാക്യത്തിൽ അടങ്ങുന്ന സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ 1-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, തൻ്റെ നീതിമാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു ദാവീദിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ പ്രിയപ്പെട്ട ദാവീദ് എന്നാണ് ദൈവം പറയുന്നത്. ദാവീദിനെ പറ്റിയിട്ട് ദൈവത്തിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തോട് ഞെരുക്കത്തിലും പ്രാർത്ഥിക്കുന്നൊരു ദാവീദിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കഷ്ടതകളുടെയും ഓരോ പ്രയാസങ്ങളുടെയും നടുവിലാണ് ഇവിടെ ആയിരിക്കുന്നത്. പലരോടും പറയാൻ പറ്റാത്തതുമായ അനേക പ്രശ്നങ്ങളും കഷ്ടതകളും ഞെരുക്കത്തിലും നമ്മളിവിടെ ആയിരിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ദൈവത്തോട് പറയേണ്ടതാണ്. ഈ കഷ്ടത നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ, ഒത്തിരി അനീതികൾ നടക്കുന്ന ഈ ലോകത്തിൽ നിന്നും ജീവിക്കുന്നതിനേക്കാളും ദൈവത്തോട് ഒരു അല്പനിമിഷം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. 2-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തോട് നിന്ന കാണിക്കുന്നവരോടും വ്യാജത്തെ അന്വേഷിക്കുന്നവരോടുമുള്ള ദാവീദിൻ്റെ പ്രതികരണത്തെ പറ്റിയാണ്. ദാവീദ് അവരോട് എതിർക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരോട് ദാവീദിന് വെറുപ്പാകുന്നു. 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. മനുഷ്യരാരും നമ്മളെ കേട്ടില്ലെന്നിരിക്കാം, എന്നാലും നമ്മളെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നൊരു കർത്താവുണ്ട്. അവൻ നമുക്കായി നന്മ ചെയ്യുന്നൊരു ദൈവമാണ്. നമ്മളെല്ലാവരും വേർപെട്ട ജനമാണ്. നമ്മളെല്ലാവരും ദൈവം വേർപെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഭക്തന്മാരായിട്ടാണ് വേർപെട്ടിരിക്കുന്നത്. വേർപെട്ടവർ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. എന്നാൽ നാം ലോകത്തിലായിട്ട് ബന്ധപ്പെടേണ്ട മനുഷ്യരല്ല, നാം ദൈവത്തോട് ബന്ധപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ 4-ാം വാക്യത്തിൽ മുതൽ നമുക്ക് 4-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേർപെട്ടവർ ചെയ്യേണ്ടതെന്ന്. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിന്മേൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പാപം ചെയ്യുന്നത് യഹോവയ്ക്ക് വെറുപ്പാകുന്നു. വേർപെട്ടവർ എപ്പോഴും പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ ഹിതമായ കാര്യങ്ങൾ ചെയ്യേണ്ടവയാണ്. എന്നാൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ദാവീദ് ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇനി കുറേ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നീതിമാൻ പാപം ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് പാപം ചെയ്യാൻ പോയിട്ട് അത് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന കാര്യമല്ല. പഴയ നിയമത്തിൽ പാപം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ഒരു പുരുഷനെ കാണുന്നതോ ഒരു സ്ത്രീയെ കാണുന്നതോ അവരെ പ്രവൃത്തിയിലൂടെ വശീകരിക്കുന്നതായിരുന്നു പഴയ നിയമത്തിലെ പാപം. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവായ സഭയായ നാം ഓരോരുത്തരും നമ്മുടെ ചിന്തകളിലൂടെയും പാപം ചെയ്യാൻ സാധ്യമാണ്. നമ്മുടെ ചിന്തകൾ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കേണ്ടതായിരിക്കണം. നാം ലോകത്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും ചിന്തിക്കാൻ പാടില്ല. അതും ഒരു പാപം തന്നെയാണ്. 5-ാം വാക്യത്തിൽ പറയുന്നു,
നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ, യഹോവയിൽ ആശ്രയം വെപ്പിൻ. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ആമേൻ. നമ്മൾ യാഗം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയാണ് നമ്മുടെ യാഗം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ യാഗത്തെ നോക്കുമ്പം പഴയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് ആട്ടുകൊറ്റങ്ങളെ യാഗമായി അർപ്പിക്കുന്നതും ആമേൻ ദൈവത്തിന് ഓരോ യാഗം അർപ്പിക്കുന്നതാണ് യഥാർത്ഥ യാഗമെന്ന് പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിലെ യാഗമെന്ന് പറയുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് പുതിയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത്. നമുക്ക് ആർ നന്മ കാണിക്കുമെന്നുള്ളൊരു ചോദ്യം ദാവീദ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ ദാവീദ് ഉൾപ്പെടുത്തിയൊരു വാചകമാണിത്. ഈ ചോദ്യം തന്നെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കുന്നത്, നമുക്ക് ആർ നന്മ ചെയ്യുമെന്നുള്ളത്. എന്നാൽ അതിന് ദൈവം പറയുന്ന മറുപടി, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് നന്മ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പലരും നമ്മളോട് ചോദിക്കും, നിന്റെ ദൈവം എവിടെ, നിന്റെ ദൈവത്തെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ. പക്ഷേ മനുഷ്യരുടെ ദൃഷ്ടിയിൽ കാണാൻ പറ്റുന്നതല്ല നമ്മുടെ ദൈവം. അവൻ വലിയൊരു ദൈവമാണ്. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഹാലുയ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ള വെള്ളത്തിന് സദൃശ്യമായ കാലുള്ള നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് മഹാനായൊരു ദൈവമാണ് നമുക്കുള്ളത്. മഹത്വം, ജ്ഞാനവും ബലവും എല്ലാം സ്വീകരിക്കാൻ ശക്തനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ചെറിയൊരു നാഴികയിൽ ഒതുങ്ങുന്നത് ഒന്നുമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്ന്, അവൻ നമുക്ക് നന്മ ചെയ്യുമെന്ന് നാം വിശ്വസിക്കണം. 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്, 4-ാം അധ്യായത്തിൻ്റെ ആദ്യം തുടങ്ങിയത് നിരാശനായൊരു ദാവീദിനെയാണ്. ദൈവത്തോട് കഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന ഒരു ദാവീദിനെയായിരുന്നു. എന്നാൽ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പം ദാവീദ് പറയുന്നു, നീ എനിക്ക് അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന്. പ്രാർത്ഥന നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഒരു സന്തോഷമാണ്. അനേകരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കാം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോട് മാത്രം നാം ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റ് അനേക കാര്യങ്ങൾ, ലോകത്തിലെ ഒരു ചിന്തകളൊന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ബന്ധപ്പെടാൻ പാടില്ല. നാം ദൈവത്തോട് മാത്രം സംസാരിച്ച് ദൈവം നമുക്ക് തരുന്ന ദർശനങ്ങളെ വിവേചിക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം തരുന്നു. 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഉറക്കം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നന്നായി ഉറങ്ങാൻ കഴിയുന്നത് അതൊരു അനുഗ്രഹമാണ്, അതൊരു കൃപയാണ്. ഉറക്കമില്ലാത്തവർ കഷ്ടത്തിലായിരിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ ഇവിടെ കിടക്ക എന്ന് പറയുന്നൊരു കാര്യം വരുന്നുണ്ട്. കിടക്ക എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല. ദൈവത്തോട് സംസാരിക്കാൻ കൂടെ ഉള്ളൊരു വഴി. മാനുഷികമായി ചിന്തിച്ചാൽ അതൊരു വഴിയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ തിരക്കിനിടയിലും മറ്റു സ്ഥലങ്ങളിലും നമുക്ക് ദൈവത്തോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് കിടക്കയിലൂടെ പങ്കിടാം. നമ്മൾ രാത്രി ഒരു ദിവസം കഴിഞ്ഞ് ഏറ്റവും രാത്രി ദിവസം അവസാനിക്കാറാവുന്ന നിമിഷങ്ങളിലാണ് നാം കിടക്കയിലേക്ക് കയറുന്നത്. കിടക്കയിലിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദർശനങ്ങൾ തരുന്നു, ദൈവം നമ്മളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും മറ്റ് അനേക വഴികളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. കിടക്കയിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ എല്ലാം കഴിഞ്ഞ് സമാധാനത്തോട് പോകാനായിട്ട് നിൽക്കുമായിരിക്കും. അതിനു മുമ്പ് ദൈവത്തോട് അല്പനേരം സംസാരിക്കുന്നതും ദൈവവുമായിട്ട് ഇച്ചിരി ഇടപെടുന്നതും ഈ ലോകത്തിലെ ജീവിതത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണെന്നും ദാവീദും പറയുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ടൊരു കാര്യമാണ്. രണ്ടും ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. നമ്മുടെ സമയം കിട്ടുന്ന അത്രയും നമ്മുടെ തിരക്കുള്ള ജീവിതത്തിലും പരമാവധി നമ്മൾ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഉറക്കം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.